ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു വൈറ്റ് സോൺ. മുത്തുമണി വിത്ത് ലൈറ്റ് സെറ്റപ്പ് ഇതാണ്. എങ്ങനെയുണ്ട്? പക്കാ ടൈമിൽ നമ്മൾ കുറച്ച് റീൽ എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിർത്തിയാണ്. ഇത് മൂന്നാർ ഗ്യാപ്പ് റോഡ് വഴി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നമ്മൾ മൂന്നാർ എക്സ്പ്ലോറിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ചെറിയൊരു ചാറ്റൽ മഴയുണ്ട്. നമ്മൾ റിസോർട്ടിൽ നിന്ന് ഇറങ്ങി. ഇത് വേറൊരു വ്ളോഗാണ്. നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് പോവാണ്. അതിൻ്റെ വിഷ്വൽ ബ്യൂട്ടി കാണുമ്പോൾ നമുക്ക് എങ്ങനെ നിർത്താണ്ടിരിക്കാൻ പറ്റുക. അതുകൊണ്ട് നമ്മൾ നിർത്തി വ്ളോഗൊക്കെ എടുക്കുന്നു, റീലൊക്കെ എടുക്കുന്നു, ഫോട്ടോസൊക്കെ എടുക്കുന്നു, പോകുന്നു. നമുക്ക് ഈ ഇരുട്ടാവുന്നതിന് മുന്നേ ഒരു തമ്മിൽ കമോൺ. അതിൻ്റെ ആവശ്യമില്ല കേട്ടോ. അതിൻ്റെ ആവശ്യമില്ല. നമുക്കത് വിടാം. ഗൈസ്, നമ്മളിങ്ങനെ റോഡ് വഴി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഒരാളിങ്ങനെ ഡ്രോണും കൊണ്ട് കാണിച്ചിട്ട് വീഡിയോ വേണമെന്ന് വെച്ചു. ഒറ്റ മൈൻഡ് ഫോഗ് ലൈറ്റ് ഇടണേ. ഫോഗ് നമ്മൾ എടുക്കും. ആശ്രയ മോനെ എല്ലാം സെറ്റ്. നിനക്ക് ഓടിക്കാനുള്ള അവസരം. കോട വിത്ത് കോട. ലെറ്റ്സ് ഗോ. ഇത് പൊളിക്കും. ആശ്രയ കൂടുതൽ സ്പീഡിൽ വരണം. മെല്ലെ മെല്ലെ പൊളിക്കും. ഫുള്ള് ട്രാക്ക് കിട്ടോ? ഫുൾ ട്രാക്ക് കിട്ടും. ഇവിടെ ഒന്ന് നിർത്തുക. വണ്ടി ഇത് നിർത്തിട്ട് എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി വ്യൂ കാണുന്നുണ്ട്. പൊളിക്കത്. പക്ഷെ ഇത് 4 മിനിറ്റ് വീഡിയോ 800 രൂപ. 4 മിനിറ്റ് വീഡിയോ 800 രൂപ. 800 രൂപ? അതെ, ചെയ്യാം. ഇതാണ് ഗ്രൂപ്പ് വന്നത്. നിന്റെ നമ്പർ നമ്മളെല്ലാം കൊടുക്കണ്ട. അവര് സ്പോട്ട് ഇപ്പിടി ബ്രോ. ആരാ കോൾ നിൽക്കണേ? ഇപ്പൊ കോൾ അവര് എന്ത് ബിസിനസ് അല്ലേ? ബിസിനസ് ഐഡിയ ടോപ്പ്. പറഞ്ഞു പതിയെ മാക്സിമം 30 to 35. പൊളിക്കും. ഈ ഷോട്ട് പൊളിക്കും. കാരണം നോക്ക്, കോട മൊത്തം ഇറങ്ങി വരുന്നുണ്ട്. ഇതാ വണ്ടി നമ്മളെ വരുന്നുണ്ട്. കോട. കിടിലം വ്യൂ. കാറിന്റെ ഫ്രണ്ടിൽ ഓ, അവര് ബാക്ക് ട്രാക്ക് ചെയ്യട്ടെ. അപ്പം സെറ്റ് സാധനം നമ്മളെത്ര കമ്പനിട്ട് വരച്ചാണ്. 8ാം വയസ്സിലാ? ഓ, എവിടെ പോണ ഇത്? കിഡിലൻ ഡ്രോൺ ഷോട്ട് കിട്ടി. കിഡില്, അതായത് കോട പ്ലസ് ഈ ആംബിയൻസ്, ഡ്രോൺ ഷോട്ട്, ഫോർച്യൂണർ, ഒന്നും പറയണ്ട. വേറെ ലെവൽ. പേരൊക്കെ പറഞ്ഞ് ഇൻട്രോഡ്യൂസ്. എന്താണ് പേര്? ബ്രോ ഭരത്. ബ്രോ എന്റെ പേരുന്നോ? റാം. ഈശ്വർദാസ്. ഇവര് മൂന്നാളും കൂടി സെറ്റ് ആക്കി തന്ന വീഡിയോ. ഇവിടെ തന്നെ ഇവിടെയാണ്. ഇതാണല്ലേ ബിസിനസ്. ആക്ച്വലി അടിപൊളി ബിസിനസ് ആണ്. ഇങ്ങോട്ട് പോയപ്പോ തന്നെ ഞാൻ ക്യാച്ചായി സാധനം. എസ്പെഷ്യലി ഇങ്ങനത്തെ വണ്ടികളൊക്കെ ഉള്ളവരാണെങ്കിലേ എന്തായാലും. പക്ഷെ ആരിങ്ങനെ വീഡിയോ ഇത് ഡ്രോൺ വീഡിയോ എടുത്തു കൊടുക്കുന്നതാണ്. അവർ വിചാരിക്കുന്നത് ഡ്രോൺ വിൽക്കാൻ നിൽക്കുന്നതാണ്. ഈ ഒരു കാലഘട്ടത്തിൽ ആരെങ്കിലും ഡ്രോൺ വിട്ടാൽ അവിടെ നിൽക്കുക. നിങ്ങൾ ബോർഡ് ഉണ്ടാക്കി അത് നൈസായിരിക്കും. അത് ശരിയാണ്. അത് നമുക്ക് നമ്മൾ പറയാം. ഇവിടെ വരെ സ്ഥലത്തിന്റെ പേരെന്താ? ഇത് പെരിയാറിലെ ഡാം വ്യൂ പോയിന്റ് ആണ്. അതെ, ആനരങ്ങൽ ഡാം വ്യൂ പോയിന്റ് ആണ് സ്ഥലത്തിന്റെ പേര്. അടിപൊളിയാണ്. സെറ്റാണ്. ഓക്കെ, ഡൺ. നല്ല കോട കഴിഞ്ഞു. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഫുള്ള് കോട ആയതുകൊണ്ടൊന്നും കാണൂല. അതുകൊണ്ട് നമ്മള് തിരിച്ച് ഇറങ്ങി കേട്ടാ. നമുക്ക് മഴ ഇതെല്ലാം പറ്റിയിട്ടല്ലേ? എന്റെ ഫോണിലെല്ലാം പറ്റിയിട്ടല്ലേ? ഇങ്ങോട്ടോ ആ ചെങ്ങായിക്ക് കണ്ണൂരിലൊരു ലൈൻ ഉണ്ട്. ആ ചെങ്ങായിക്കല്ലേ? നല്ല കാര്യം. ഞാനിട്ട് അവനോട് ചോദിച്ചു, നീ കെട്ടുവോന്ന്. അന്നേരം ഇല്ല ബ്രോ, അത് കെട്ടൊന്നുമില്ല, എല്ലാരും ഇങ്ങനെയല്ലേ. ചിന്നാടുണ്ടല്ലോ ഒരു സ്പിരിറ്റ് എടുത്തുന്നേ. എന്റെ മെക്കിട്ട് അങ്ങനെ കേറിയാലുണ്ടോ. വാളയാർ അല്ല, തൃശ്ശൂർ എത്തിയിട്ടുള്ളത്. നമ്മള് മൂന്നാറിന് ഒറ്റ സ്ട്രെച്ചിൽ പിടിച്ചു. നമ്മളെ ഗിവ് അവേ അതും കൊണ്ടുപോയി
ഗിവ് അവേ വിന്നർ ഇപ്പം എത്തും. തൃശ്ശൂരുകാരനാണ്. അപ്പോൾ ഇത് കൊടുക്കാൻ വേണ്ടി പോവാണ്. ഓക്കെ, അതിനാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്, അല്ലെങ്കിൽ ഇവിടെ സ്റ്റോപ്പ് ചെയ്തത്. ഇത് കഴിഞ്ഞിട്ട് ഹൈവേയിൽ ശ്രീഹരിയാണ് ഓടിക്കുന്നത് കുറച്ചു നേരം. അപ്പോൾ നല്ല തിരക്കല്ലേ, നീ കാണുന്നില്ല തിരക്ക്. നീ ഓടിച്ചോടാ, നീ ഓടിച്ചോ, നമുക്ക് ഉണ്ടാവും പേടി. എനിക്ക് പേടിയുണ്ട്. അയ്യോ അതിൽ വീഴല്ലേ നോക്കണേ, അത് ഓപ്പൺ ആയ ബോക്സ് ആയിട്ടില്ലേ. എന്റെ ഫോണിൽ നിന്റെ ഉള്ളാക്കാം. അതും കൂടി ഓനെങ്ങനെ അത് എടുക്കുന്ന നമുക്കറിയില്ല. അല്ല, പ്രാങ്ക് ചെയ്തിട്ട് സർപ്രൈസ് ചെയ്യാം. വേണ്ട 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 വേണ്ട. അത് ചിലപ്പോ ആദ്യമായിട്ട് ബ്ലോഗിൽ വരുന്നതിന്റെ ടെൻഷൻ ഓൾറെഡി ഉണ്ടാവും. നല്ല സ്മെല്ലുണ്ട്. നല്ല സ്ഥലം, കൊച്ചി എത്തി. പക്ഷെ നമ്മളൊറ്റ സ്ഥലത്ത് പിടിച്ചിട്ടാ, അവിടെ അധികം നിർത്തിയിട്ടൊന്നുമില്ല. ഉറങ്ങി. ഇവനൊരു കളിപ്പാട്ടം മണിയാ, ഒരു കാറ്. ഞാൻ ഉറക്കത്തിലായിരുന്നു. ഇവന് അനിയത്തിക്ക് വേണ്ടിട്ട് ഒരു സാധനം വാങ്ങുന്നുണ്ട്. അതെയാ, അവൻ പോയി ഇങ്ങനെ പോയി, അയാൾ ചോദിച്ചു ജിപേ ഉണ്ടോ, ഇല്ല 500 കൊടുത്തു. അപ്പൊ അയാൾ ചേഞ്ച് ചെയ്ത് വിട്ടു. അത് മാളില്ല. ഗിവ് വിന്നർ എത്തിയിട്ടുണ്ട്. ഹായ് ബ്രോ, എന്താ പേര്? അബിൻ. അതല്ലേ, അടിപൊളി സെറ്റ്. ലക്കിയാണ്. ഫോണിൽ പേതാ? റെഡ്മിയാ? വലിയൊരു അപ്ഗ്രേഡ് തന്നെ അല്ലേ? ഇത് ബോക്സ് ഓപ്പൺ ആക്കിയാലും പറഞ്ഞില്ലേ, അത് അങ്ങോട്ട് അവിടുന്ന് കൊണ്ടുവരുമ്പോ. അപ്പൊ ഓക്കെ, ഇവിടെ അടുത്താണോ വീട്? അല്ല, നമ്മള് നേരെ ഹൈവേ ഇങ്ങോട്ടാണ്. ഓ അതെ, ഫോട്ടോ ഓക്കെ. അപ്പൊ ഹാപ്പിയല്ലേ? നമ്മള് ഓൺ ദ വേ ടു കോഴിക്കോട്. കോഴിക്കോട് പോയിട്ട് പിന്നെ ഇറക്കാണ്, ഹനാൻ ഇറക്കാണ്. അതിന് പിന്നെ എല്ലാവരും ഒന്ന് ഫുഡ് കഴിച്ച് പക്ഷേ ഫുഡ് കഴിച്ചോണ്ടിരിക്കണം. ബെസ്റ്റ്. ഇപ്പോൾ സമയം 11:49. നമ്മൾ ഏകദേശം ഒരു 4 മണിയൊക്കെ ആവും വീട്ടിലെത്താൻ വേണ്ടിയിട്ട്. ഞാനല്ലേ ഇനി അടുത്ത് ഓടിക്കുന്നതാണ്. അപ്പൊ 3 മണിക്ക് വീട്ടിലെത്തും. 3 മണിക്ക് ഹോസ്പിറ്റൽ. അധികമൊന്നും പോകില്ല. ഡോക്ടർ ക്ലീനിങ് വായിച്ചോ? പല്ല് കാണിക്കാനാ? ഒറ്റ പല്ലടിക്കാനോ? 2025 വ്ളോഗിന്റെ എക്സ്ട്രോ നമ്മൾ 2026 എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ 2026 നിങ്ങളോട് എനിക്കൊരു മെസ്സേജ് തരാനുണ്ട്. ഗൈസ്, പുതിയൊരു വർഷമാണ്. ഓക്കെ, കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ കുറേ ന്യൂ ഇയർ റെസൊല്യൂഷൻ എഴുതി വെച്ച് ഒന്നും ചെയ്യാണ്ട് ഒരു ജനുവരി ഫെബ്രുവരി ആകുമ്പോൾ എല്ലാം നിർത്തി പിന്നെ ബാക്ക് ടു നോർമൽ സ്ക്രോളിംഗ് ആവറേജ് ജീവിതം പരിപാടി ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു റിസൾട്ടും ഉണ്ടാവില്ല. ഓക്കെ, അതുകൊണ്ട് ഗോൾസ് ഉണ്ടാവണം. അതിനപ്പുറം അതിനേക്കാൾ വെല്ലുന്ന ഒരു പ്ലാൻ ഉണ്ടാവണം അവിടേക്ക് എത്താൻ വേണ്ടിയിട്ട്. ആ പ്ലാൻ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കുള്ളൂ. പിന്നെ വണ്ടി ഇപ്പം വാഷ് ചെയ്ത് വന്നേള്ളൂ, ക്ലീനല്ലേ, നല്ല പൊടിയും ചളിയും പിടിച്ച് അവർ അലോയ് വരെ ക്ലീൻ ആക്കൂലേ? ഇന്റീരിയറോ എല്ലാം ക്ലീൻ ആക്കും. ഇന്ന് ബീച്ച് പോകുന്നുണ്ടെങ്കിൽ ഇന്റീരിയർ കൊള്ളാം. അയ്യോ, ബീച്ച് അങ്ങനെ പോകുമ്പോൾ അങ്ങനെ ഇന്റീരിയർ കൊള്ളാവും ചെയ്യില്ല. നമ്മളെല്ലാവരും പിന്നെ ഇൻസ്പെക്ഷൻ ചെയ്തിട്ട് വിളിക്കും, ഒട്ടിച്ചു പക്ക. അത് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ഈ വ്ളോഗ് ഇവിടെ വെച്ച് എൻ്റെ പിയാണ് ഗൈസ്. ഈ വ്ളോഗും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ മഹാരാഷ്ട്രയിൽ പോകുന്ന ഒരു 3 വ്ളോഗുണ്ട്. ആ 3 വ്ളോഗുകൾ വരും. പിന്നെ ഇത് ഇടാൻ വൈകി എന്താണെന്ന് വെച്ചാൽ നാട്ടിൽ വന്ന യാത്രാ തിരക്ക്, എഡിറ്റ് ചെയ്യാനുള്ള തിരക്കുകൾ, പിന്നെ അതിൻ്റെ ഇടയിൽ പനി പിടിച്ച് സൈഡായി, അതുപോലെ ഉത്സവങ്ങൾ, അതുപോലെ കുറേ യാത്ര, ബാക്ക് ടു ബാക്ക് യാത്ര ആയതുകൊണ്ടാണ് ഈ വ്ളോഗൊന്നും അങ്ങനെ പെട്ടെന്ന് ഇടാൻ. ഞാൻ ഒരു 2 ദിവസം 3 ദിവസം കൂടുമ്പോഴാണ് ഓരോ വ്ളോഗ് ഇട്ടത്. ഇനി മഹാരാഷ്ട്രൻ്റെ 3 വ്ളോഗ് വരും. അത് നൈസ് വ്ളോഗുകളാണ്. പിന്നെ ഗൈസ്, നിങ്ങൾക്ക് തെയ്യം വ്ളോഗുകൾ കാണാൻ താല്പര്യമുള്ളവരാണെങ്കിൽ പറയണം. ബിക്കോസ് കണ്ണൂരിൽ മാത്രം കിട്ടുന്ന ഒരു സാധനമാണ് തെയ്യം. വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി, നമ്മൾ സെറ്റാക്കുന്നതായിരിക്കും. അതെ, യെസ്. നല്ല തീളി ചാടുന്ന തെയ്യങ്ങളുണ്ട്, അല്ലാത്ത തെയ്യങ്ങളുണ്ട്. നൈസാവും. ഓക്കെ, അപ്പോൾ എനിക്ക് വേറെ ഒന്നും പറയാനില്ല. നിങ്ങൾ ഉഷാറായിട്ടിരിക്കുക. 2026 പൊളിക്കുക, വേറെ ലെവലാവാം. കാണാം 2026 ഒരു പുതിയ വ്ളോഗായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. കുട്ടാന്നും പറയണ്ട, ഒന്നും പറയാനില്ല. അപ്പോൾ പീസ്. കുട്ടനൊന്നും പറയണ്ട, പക്ഷെ എനിക്കൊരു ചെറിയൊരു ഇൻസ്റ്റഗ്രാം പേജ് ഉണ്ട്.
താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പോയി ഒന്ന് ഫോളോ ചെയ്യണം. ഇപ്പോൾ 77.2K ആയി. ഈ വ്ളോഗ് കഴിയുമ്പോഴേക്ക് ഒരു 77.5 ആക്കിത്താം. അത് മതി. അങ്ങനെ എണ്ണാൻ പാടില്ല. ശരി അങ്ങനെ എണ്ണാൻ പാടില്ല അല്ലേ?